ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ? സുഖാണോ? അപ്പോൾ എല്ലാവരും വിഷുവിനുള്ള തിരക്കിലായിരിക്കും. വിഷുക്കോടിയൊക്കെ റെഡിയാക്കണം, ആ തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതും വിഷു സ്പെഷ്യലാണ്. ഒരു കണിക്കൊന്ന എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. എത്ര ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ആക്കിയിടുക. അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിക്കുന്ന ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന തുണിയിൽ ആദ്യമേ പിക്ചർ വരച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു റോസ് സിൽക്ക് ഗോൾഡൻ കളർ തുണിയാണ്. വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. ചിത്രം ഞാൻ വെറുതെ സർക്കിൾ മാത്രമേ വരച്ച് വെച്ചിട്ടുള്ളൂ. നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രെയിം നന്നായി ഫിക്സ് ചെയ്ത് വെക്കുക, അപ്പോഴേ ആ പിക്ചറിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സർക്കിളിൽ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ ഈ ലീഫിൽ ഫില്ലിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇത് സ്റ്റെമ്മിൽ നോർമൽ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്രീനും യെല്ലോയും എംബ്രോയിഡറി ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ഐ ഗ്യാപ്പ് കൂടുതലുള്ള ഒരു പിന്ന്. നമ്മൾ കട്ടിയുള്ള നൂല് കടന്നു പോകണമല്ലോ, അതിനെ പറ്റിയ ഒരു പിന്ന് വേണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡൻ സീക്വൻസ് ആണ്. നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാനായിട്ടാണ്. ഇതുപോലെ ഒരു യെല്ലോ കളർ തുണിയും കൂടെ വേണം. നമ്മൾ കണിക്കൊന്നയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെറ്റൽസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് പെറ്റൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കെട്ടിവെക്കാനായിട്ട് ഒരു നോർമൽ കോട്ടൺ ത്രെഡ്. ഇനി പെറ്റൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഈ യെല്ലോ തുണി ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ സീക്വൻസ് എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കുക. ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കുക. 2 സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഈസിയാണ്. ഇങ്ങനെ 2 സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് മറ്റേ കോട്ടൺ നൂല് കൊണ്ട് നമ്മളൊന്ന് തുന്നി സെക്യൂർഡ് ആക്കി വെക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും തുന്നാം. നമ്മൾ സാധാരണ കുത്തിയെടുത്ത് വേണമെങ്കിലും തുന്നാം. അത് കഴിഞ്ഞ് ഒരു മുല്ലപ്പൂ നോട്ടും കൂടെ കെട്ടാം. ലാസ്റ്റ് ഒന്നും കൂടെ ലോക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ കഴുകുമ്പോഴൊന്നും ഒട്ടും പോവരുതല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ 2-3 നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി മുല്ലപ്പൂ കെട്ടും നമുക്ക് കെട്ടി കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ 1-2 റൗണ്ട് ചുറ്റിയിട്ട് നന്നായി സെക്യൂർഡ് ആക്കി വെക്കാനാണ് കേട്ടോ. ഇങ്ങനെ മുല്ലപ്പൂ കെട്ടില്ലേ, അതുപോലെയും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ സാധാരണ തുന്നുമ്പോൾ ഒരു നോട്ട് ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2ഉം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്ന നോട്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊട്ടും ഊരി പോരരുത്, അതിന് വേണ്ടിയാണ് 1-2 നോട്ട് ഞാനിപ്പോൾ ഇട്ട് കാണിച്ചു തന്നെ. ഇനി ബാക്കി വന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ റെഡിയായി. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ സെൻറ്ററിൽ സീക്വൻസ് വയ്ക്കുക. ഒന്ന് ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കുക. 2 സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുക. നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ ഇതുപോലെ മുന്നേ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 സൈസിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നാൻ തുടങ്ങാം. നമ്മളിപ്പോൾ സ്റ്റെമ്മാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. താഴേന്ന് കുത്തിയെടുക്കുക. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ താഴോട്ടേക്ക് കുത്തിയിറക്കുക. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് കുത്തിയിറക്കുക. എന്നിട്ട് മുകളിലേക്ക് അത് എടുക്കുന്നത് അതിൻ്റെ ഹാഫിൽ മുകളിലേക്ക് എടുക്കാവുള്ളൂ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ പകുതിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ചും കൂടെ വിട്ടിട്ട് അപ്പുറത്തോട്ട് കുത്തിയിറക്കുക. അത്ര ശ്രദ്ധിക്കാനുള്ളൂ. സ്റ്റെം സ്റ്റിച്ചിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് പകുതിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. അത്രയേ ഉള്ളൂ. സ്റ്റെം സ്റ്റിച്ച് വളരെ ഈസിയാണ്. ഇനി ഇതേ പകുതിയിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുക. കണ്ടോ,
ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് തുന്നുന്നത്. വളരെ ഈസിയാണ്. ഇങ്ങനെ താഴേക്ക് ഇറക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് അറ്റം വരെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ സ്റ്റെമ്മ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലീഫ് ഫില്ല് ചെയ്യണം. പിന്നെ ഇതുപോലെ നമുക്ക് കൊന്ന പെറ്റൽസ് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ കൊന്ന പൂവിനുള്ള പെറ്റൽസ് വെച്ച് കൊടുക്കാം. നമ്മളാക്കി വെച്ച ഏറ്റവും വലിയ സൈസിലുള്ളതാണ്. ഇതൊരു 5 എണ്ണം വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കോട്ടൺ നൂലാണ് എടുക്കുന്നത് ഇതിനായിട്ട്. എംബ്രോയിഡറി നൂലല്ല, സാധാരണ നമ്മൾ തുന്നുന്ന നൂല്. അതിങ്ങനെ തുന്നി വെക്കുക, അത്രേ ഉള്ളൂ. ഈ തുണി കാണുന്നത് കുഴപ്പമില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിങ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ പോരാ, അത് ചിലപ്പോൾ ഇളകിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്നും കൂടെ ഒരു തുന്നലും കൂടെ കൊടുക്കാം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയി നിൽക്കുള്ളൂ. നമുക്ക് കാണിച്ചു തരാം. ഈ താഴെ നമുക്ക് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഈ അടിയിൽ നിന്നും കൂടെ ഒരു തുന്നലും കൂടെ കൊടുക്കുക. അപ്പോൾ പിന്നെ അത് ഇളകില്ല. ഒരു നോട്ടും കൂടെ അവിടെ ഇട്ട് കൊടുക്കുക തുന്നിയിട്ട്. ഇനി നമുക്ക് അടുത്ത ഇതള് വെക്കാം. അത് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ആയിട്ട് വെക്കാം. ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തന്നെ തുന്നി കൊടുക്കാം. അങ്ങനെ നമുക്കൊരു 5 ഇതള് വെച്ചിട്ട് ഒരു പൂ ഉണ്ടാക്കാം. ഇതുപോലെ 4 or 5 ഇതൾ വെച്ചിട്ട് നമുക്ക് എല്ലാ പൂവും ഇതുപോലെ ഫിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ എല്ലാ പൂവും ഇതുപോലെ തുന്നി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതിൽ ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇനി ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിങ് കൂടെ കൊടുക്കണം. ആദ്യം നമുക്ക് ലീഫ് എങ്ങനെയാണ് തുന്നുന്നതെന്ന് കാണിക്കാം. സെൻറ്ററിൽ കുത്തിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് ആ ഇലയുടെ ഏറ്റവും അറ്റത്തേക്ക് താഴേക്ക് ഇറക്കുക. കണ്ടോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതുപോലെ ഇറക്കുക. ഇനി അവിടെ തന്നെ കുത്തിയെടുക്കുക. അതിൻ്റെ സൈഡിൽ തന്നെ കുത്തിയെടുക്കുക, താഴെ നിന്ന് മുകളിലേക്ക്. അങ്ങനെ നമുക്കൊരു ലീഫ് പോലെ ഇങ്ങനെ തുന്നിയെടുക്കാം. ഇങ്ങനെ താഴെ നിന്ന് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് താഴേക്ക് ഇറക്കുക. കണ്ടോ?
ഇങ്ങനെയാണ് ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ എല്ലാ ലീഫും ചെയ്തെടുത്തത്. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഈ പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു പൂമ്പൊടി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതുണ്ടാക്കണം എല്ലാ പൂവിൻ്റെയും ഉള്ളിലായിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇത് യെല്ലോ കളർ തന്നെയാണ്. ചെറുതായിട്ടൊരു ഡാർക്ക് കളർ ഉണ്ട്. അത് നമുക്ക് ഉള്ളിൽ നിന്നെല്ലാം ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ താഴെ നിന്ന് കുത്തിയെടുക്കുക, മുകളിലേക്ക് വലിക്കുക, എന്നിട്ട് ആ പിന്നുകൊണ്ട് 2 കറക്കുക. നമ്മുടെ നൂല്, ഈ നൂലുണ്ടല്ലോ, അതൊന്ന് 1 2 ഇങ്ങനെ 2 കറക്കണം. എന്നിട്ട് ഈ പിന്ന് അതേപോലെ തന്നെ താഴേക്ക്, ആ നൂല് പോവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു റോസിൻ്റെ പോലെ വരും. ഇതിപ്പോൾ യെല്ലോ കളർ ആയതുകൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അത് ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു ചെറിയൊരു റോസ് പോലെയാണ് തോന്നുക. ഇനി താഴെ നിന്ന് എടുക്കുക, ആ പിന്നിൽ 2 കറക്കുക താഴേക്ക്. ഇങ്ങനെ നമ്മുടെ തുണി കാണുന്ന ആ സൈഡ് ഫുൾ അത് കവർ ചെയ്യണം. എല്ലാ പൂവിൻ്റെയും നമുക്ക് അങ്ങനെ കവർ ചെയ്യാം. ഇപ്പോൾ കണ്ട എല്ലാ പൂവിൻ്റെ ഉൾഭാഗവും ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗോൾഡൻ ബീഡ്സ് വെച്ചായാലും നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ത്രെഡ് തന്നെ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടോ, എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇതുപോലെ തന്നെ ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സെൻറ്ററിൽ മാത്രമല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രെയിം മാറ്റിയിട്ട് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ അടുത്ത ഭാഗം ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്രെയിം മാറ്റിയിട്ട് താഴത്തെയും കൂടെ ചെയ്തിട്ട് ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രെയിം മാറ്റി ഞാൻ താഴെയും കൂടെ തുന്നി എടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ, കുറച്ച് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിങ് അവിടെ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്, വീണ് കിടക്കുന്ന പോലെ. പിന്നെ കുറച്ച് മൊട്ട് പോലെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ നമുക്കൊരു കണിക്കൊന്നൊരു കൊല പോലെ തോന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് താഴെ കുറച്ച് മൊട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.
ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ കണിക്കൊന്ന. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.